അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രദ്ധാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ മാന്യ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രഭാകരൻ അവറുകളാണ്. ബാംഗ്ലൂരിനടുത്ത് കർണാടക സ്റ്റേറ്റിൽ ബല്ലാരി എന്ന് പറയുന്ന സ്ഥലത്ത് പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഒരു RSS പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്ന ദൈവീയ വിടുതലിനെക്കുറിച്ചുള്ള അത്ഭുത സാക്ഷ്യപ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അത് പ്രേക്ഷകർക്ക് ഏറെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് 9 മണി മുതൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കുകൊള്ളുവാൻ തക്ക അവസരമുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രഭാകരൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളു. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. വിശേഷാൽ ഈ TV പ്രോഗ്രാമിൽ കൂടി കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്ത ഞാൻ നടന്നു വന്ന മാർഗങ്ങളെ കർത്താവിന്റെ നാമത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവം ഇതുപോലൊരു അവസരം വിശേഷാൽ അരോമ ടിവി മുഖാന്തരമായി പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾ എനിക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. എൻ്റെ മലയാളം ചെറിയ വ്യത്യാസം കാണും, ദയവായി പ്രേക്ഷകർ ക്ഷമിക്കുക. എൻ്റെ പേര് പാസ്റ്റർ പ്രഭാകരൻ. ഞാൻ കുടുംബമായിട്ട് കർണാടകത്തിൽ ബെല്ലാരി ജില്ലയില് ഡോണിമല എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇപ്പൊ സുശേഷ വേലയോടുള്ള ബന്ധത്തിൽ, സഭാചാർജോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. എൻ്റെ പേര് പ്രഭാകരൻ പിള്ള എന്നാണ് ആക്ച്വലി ഒറിജിനല്. എൻ്റെ പഴയ സർട്ടിഫിക്കറ്റില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാസ്റ്റർ പ്രഭാകരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്. ഭാര്യ പ്രഭ, മൂത്ത മകൻ പ്രൈസ്, രണ്ടാമത്തെ മകൻ അനോയിന്റ്. ഞങ്ങൾ കുടുംബമായിട്ട് ഇപ്പോൾ ഡോണിമല എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബമായി താമസിച്ച് കന്നഡ ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ ഞങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ജില്ലയില് അടൂർ താലൂക്കില് പുതുശ്ശേരി ഭാഗം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 4 മക്കളാണ്. അതിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കൾ ഇന്ന് ഭൂമിയിലില്ല. എൻ്റെ ജ്യേഷ്ഠനും ഇന്ന് ഭൂമിയിലില്ല. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. രണ്ടാമത്തെ ആള് ഞാനാണ്. ബാല്യകാലം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശമാണ്. ഗ്രാമപ്രദേശങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. പട്ടിണിയുടെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസങ്ങളുടെയും കാലങ്ങൾ. വിശേഷാൽ ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന കാരണത്താൽ ആ ആചാരമര്യാദകൾ അനുസരിച്ച് ജീവിച്ചു വന്നാൽ തിരിച്ചറിവായ കാലം മുതലേ ദൈവമുണ്ടെന്നും ദൈവത്തിൽ വിശ്വസിക്കണമെന്നും എല്ലാത്തിലും ദൈവത്തിൽ ആശ്രയിക്കണമെന്നും ഉള്ളൊരു ചിന്ത എൻ്റെ അകത്തുണ്ടായിരുന്ന കാരണത്താൽ ഞാൻ ജനിച്ചു വളർന്നു വന്ന ആ സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് കഴിയുന്നതും എല്ലാ ആഴ്ചകളിലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ സന്ദർശിക്കുകയും ദൈവത്തിൽ വിളിച്ച് അറിയാവുന്ന രീതിയിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലം. അങ്ങനെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങി. പുതുശ്ശേരി ഭാഗത്ത് തന്നെയുള്ളൊരു പ്രാഥമിക സ്കൂളിലാണ് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്നത്. അവിടെ അക്കാലങ്ങളിൽ വളരെ ഇടുക്കത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കാലങ്ങളായിരുന്നു. എൻ്റെ മാതാപിതാക്കള് ഒരു മാന്യരെന്ന് പറയാം. ഒരു ലോകപ്രകാരമായിട്ടോ അടിപിടിയോ കേസുകളോ അങ്ങനെയുള്ളതായിട്ടോ യാതൊരു ഒരു ബുദ്ധിമുട്ടില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാനും ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ആ ഒരു ക്രിമിനൽ സ്വഭാവം ഞങ്ങളുടെ മക്കൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയുടെ സൈഡുമില്ല, പിതാവിൻ്റെ സൈഡുമില്ല. അങ്ങനെ ജനിച്ചു വളർന്നു.
അങ്ങനെ ശാലം മുന്നോട്ട് വരുന്ന സമയത്ത് ഹിന്ദുത്വം എന്നൊരു ചിന്ത എൻ്റെ അകത്ത് വന്ന് ഞാൻ RSSന്റെ പ്രവർത്തനത്തിൽ ചേർന്നു. ഞാൻ 87 നാട് വിടുന്നിടം വരെ അതിലെ ഒരു സ്വയം സേവകനായി ക്രൈസ്തവരുമായിട്ടോ ഇതര മതസ്ഥരുമായിട്ടോ യാതൊരു ബന്ധമില്ലാതെ വണ്ണം ജീവിച്ച് വളർന്നു വന്നു. ഞാനൊരു ക്രൈസ്തവ ദേവാലയത്തിൽ പോവുകയോ ക്രൈസ്തവരുമായിട്ട് വലിയ ബന്ധമില്ലാതെ വണ്ണം, കാര്യം ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദുത്വത്തിന് വേണ്ടി ജീവിക്കണം, ബാക്കിയുള്ളവരെന്നും ഇവിടെ വേണ്ട എന്നുള്ളൊരു ചിന്ത എൻ്റെ അകത്ത് കയറിയ കാരണത്താൽ പൊതുവെ ആരുമായിട്ടും ഇതര മതസ്ഥരുമായിട്ട് വലിയ ബന്ധമില്ലാതെ വണ്ണം അങ്ങനെ അങ്ങനെ വളർന്നു വന്നു. അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ 2-3 സ്കൂളുകളിലായിട്ടാണ് മാറി മാറി എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഞാൻ പൂർത്തീകരിക്കുന്നത്. അപ്പോഴത്തേക്കൊരു വയസ്സിലെത്തിയപ്പോൾ ജീവിതത്തെക്കുറിച്ച് കുടുംബ ഭാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്തിലുള്ള പ്രാരാബ്ധങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിൽ സമ്പാദിക്കുക, ജോലി ചെയ്യുക, അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്ത അകത്ത് വന്ന കാരണത്താൽ ഈ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ മാതാപിതാക്കളുടെ കുറച്ച് ഭൂമിയുള്ള കാരണത്താൽ ചെറുപ്രായത്തിൽ തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ അതോടൊപ്പം എൻ്റെ പിതാവിൻ്റെ ഒരു ചെറിയ ഗ്രാമത്തിനകത്ത് തന്നെ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കും. ഇങ്ങനെ കൃഷിയും പിതാവിനെ സഹായിക്കുന്ന ചായക്കടയുമായിട്ടൊക്കെ പോയ കാരണത്താൽ വിദ്യാഭ്യാസത്തിൽ വേണ്ടതുപോലെ ഊന്നൽ കൊടുക്കുവാനും അതിൻ്റെ ആ ഗൗരവം ശരിയായ രീതിയിൽ സത്യത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയ കാരണത്താൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു എന്നുള്ളതല്ലാതെ മുന്നോട്ട് വിദ്യാഭ്യാസം ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. ഇങ്ങനെയാണ് എൻ്റെ പ്രാരംഭകാലം. ജനിച്ചു വളർന്നിങ്ങനെ ആ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെ ഇടയിൽ അങ്ങനെ 1987 ബാംഗ്ലൂർ വരുവാനിടയായി. ബാംഗ്ലൂർ വന്ന് അതേ വർഷം തന്നെ ഞാൻ സുവിശേഷം കേൾക്കുവാനിടയായി. എൻ്റെ ചെറുപ്രായമാണ്. വീട്ടിൽ നിന്ന് പുറത്തു വന്നു. ബാംഗ്ലൂരിൽ വന്നത് ജോലി തേടി വന്നു. ചെറിയൊരു ജോലി കിട്ടി. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൊട്ടാരക്കര സ്വദേശികളായ 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവർ എന്നെ പോലെ ജനിച്ചു വളർന്നവരായ കാരണത്താൽ അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ എൻ്റെ അകത്തുള്ളത് ഇതവര് കൺവേർട്ട് ചെയ്യുന്നു, മതപരിവർത്തനം ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ അകത്തുണ്ടായിരുന്ന കാരണത്താൽ പറയുന്നത് എനിക്ക് സ്വീകരിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞ് നാട് വന്ന കാരണത്താൽ ആ നാട്ടിലെ മസിൽ ബലമൊന്നുമില്ല. നാട് വിട്ടതിന് ശേഷം പലരുടെ സഹായം വേണ്ടി വന്ന കാരണത്താൽ നിങ്ങൾക്ക് കിട്ടുന്നവരെ നിങ്ങൾ പിടിക്കുക, ഞങ്ങളെ കിട്ടത്തില്ല, എന്നെ കിട്ടത്തില്ല. ഞാനൊരു നായർ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എനിക്ക് അതിൻ്റെതായ പശ്ചാത്തലങ്ങളുണ്ട്. ആ ഒരു കേവലം ഒരു താഴ്ന്ന രീതിയിലുള്ള ഒരു ചിന്ത എൻ്റെ അകത്ത്, അത് നല്ലതല്ല എന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി. പക്ഷെ നിർഭാഗ്യം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. എങ്കിലും അവരുടെ പ്രാർത്ഥന, അനേകരുടെ പ്രാർത്ഥന, ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ കണ്ട കാരണത്താൽ ദൈവം എന്നെ വിട്ടില്ല. ഞാൻ കുറെ നാളുകൾ ഇങ്ങനെ പോയപ്പോൾ ജോലിയോടെ ബന്ധത്തിൽ വേറൊരു സ്ഥലത്ത് കർണാടകത്തിൽ തന്നെ ബാംഗ്ലൂർ സിറ്റി വിട്ട് പുറത്തായിരിക്കുന്ന സമയത്ത് ഈ ആത്മീക സഹോദരനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം വൈകിട്ട് അദ്ദേഹം തുടർന്ന് ജോലി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഞാൻ അനങ്ങാതിരുന്ന് കേട്ടു. എൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു പുതിയ നിയമം, ഒരു ബൈബിള് തുറന്ന് വേദപുസ്തകത്തിലെ ഒരു വാക്യം വായിക്കാൻ പറഞ്ഞു. ഞാൻ അത്യാവശ്യം മലയാളം വായിക്കുന്ന കാരണത്താലും മലയാളം മീഡിയം പഠിച്ച കാരണത്താലും എനിക്കത് മലയാളം വായിക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ നിർഭാഗ്യം, അത് തുറന്ന് അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നു. എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. മലയാള അക്ഷരമാണ്. പക്ഷെ എനിക്ക് വായിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. പുള്ളി എൻ്റെ മുമ്പിലിരിക്കുന്ന സംസാരിക്കുന്ന അന്നത്തെ പകൽ എൻ്റെ കൂടെ ജോലി ചെയ്ത ആള്. പുള്ളി എൻ്റെ പഴയ വിശ്വാസപ്രകാരം മന്ത്രവാദമോ ആവിചാരമോ കൂടോത്രമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പുള്ളി ചെയ്തില്ല. കാര്യം എൻ്റെ മുമ്പിലായിരിക്കുന്നത്.
അങ്ങനെ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് എനിക്കിത് കഴിയാതെ വന്നു എന്നുള്ളൊരു സംശയം വരത്തക്ക രീതിയിൽ ഒന്നും അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംശയം എൻ്റെ ജീവിതത്തിൽ വന്നില്ല. പക്ഷെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. പുള്ളി തുടർന്ന് എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം എൻ്റെ ഓർമ്മയിലില്ല, എല്ലാം എനിക്ക് ഗ്രഹിക്കാനും കഴിഞ്ഞില്ല. കാര്യം എൻ്റെ അകത്തുള്ളത് ഞാൻ അതുവരെയും അനുസരിച്ചു വന്ന ആചാരാനുഷ്ഠാനങ്ങളായ കാരണത്താൽ അതാണ് വലുത്. ഇവര് എന്തൊക്കെയോ പറയുന്നു, അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന ചിന്തയിൽ ഞാൻ അങ്ങനെ സൈലന്റ് ആയി. ഞാൻ നാളുകൾ മുന്നോട്ട് പോയി. ഏകദേശം 87 ഡിസംബർ മാസത്തിൽ വന്നപ്പോൾ ഒരു ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച വെളുപ്പിന് ഏകദേശം ഒരു 5 മണിയായ സമയത്ത് എൻ്റെ അകത്ത് ആരോ സംസാരിക്കുന്നു ഇന്ന് സംസാരിച്ചതായിട്ട് ഇന്ന് എനിക്ക് അന്ന് എന്തോ ഒരു പ്രേരണ പോലെ അകത്ത്, ഇന്ന് നീ ചർച്ചിൽ പോണം. ആ ദിവസങ്ങള് ഈ സഹോദരന്മാരുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. ഞാൻ സെപ്പറേറ്റ് താമസിക്കുന്ന എൻ്റെ ജ്യേഷ്ഠന്റെ കൂടെ. പക്ഷേ വെളുപ്പിനെ എണ്ണിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്ത് ഈ പ്രേരണ തുടങ്ങി. ഇന്ന് നീ ചർച്ചിൽ പോണം. ഞാൻ എന്തൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു അകത്ത് വരുന്ന ആ ഒരു പ്രേരണ, ആ ഒരു ശബ്ദം നിൽക്കുന്നില്ല. ഇത് വർദ്ധിച്ചു വരുന്നതല്ലാതെ നിൽക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ശരിക്കും പിടികിട്ടില്ല. ഞാൻ കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് ആലോചിച്ചു, കാപ്പിയിട്ട് കുടിച്ചു, കുറച്ച് നടന്നിട്ട് വന്നു. വെളുപ്പിനെ ഇതെല്ലാം നടക്കുന്നത്. എന്നിട്ടും ഇതിനൊരു വ്യത്യാസവും ഇല്ല. ഞാൻ ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തി. എന്നോട് സുവിശേഷം പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുക. ഞാൻ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് ഇറങ്ങി. അദ്ദേഹം കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ചർച്ചിൽ പോയി എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം, ഞാനും നിങ്ങളുടെ കൂടെ ചർച്ചിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ഒരു സമയം പറഞ്ഞ് ഇന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ വരാൻ പറഞ്ഞു. ശരി, വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഞാൻ ബസ് സ്റ്റാൻഡിൽ ചെന്നു അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ചർച്ചിൽ പോയി. അന്ന് ഞാൻ പോയിരുന്നത് മുതലേജി ബാംഗ്ലൂരിൽ പാസ്റ്റർ മൗറീസ് അവരുടെ ചർച്ചിലാണ് പോയത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ അതിന്റെ കോമ്പൗണ്ടിനകത്ത് ഞാൻ കാലെടുത്തത്. അങ്ങനെ ചർച്ചയിൽ ഇരുന്നു. അവര് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പെന്തക്കോസ്ത് ആരാധന. അന്ന് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച പല കാര്യങ്ങൾ, അന്ന് വരെ ഞാൻ മനസ്സിലാക്കാത്ത, കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും അവരുടെ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അകത്തെന്തോ ഒരു തോന്നൽ വന്നു. ഇതിലെന്തോ ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം എൻ്റെ പിന്നിലുള്ള കാലങ്ങളെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ഐക്യതയോ ഒരു സന്തോഷമോ ഒരു ദൈവസ്നേഹമോ പരസ്പരമുള്ളൊരു സഹകരണമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഞാൻ ജനിച്ചു വളർന്ന ആ രീതിയിൽ ഇതൊന്നും കാണാത്ത കാരണത്താൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇവരുടെ സഹകരണം, ആത്മസന്തോഷം പലതും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ഇത് വെറും ആചാരമല്ല, എന്തെങ്കിലും ഇവർ കാട്ടിക്കൂട്ടി കാണിച്ചിട്ട് പോകുന്നതല്ല, ഇതിൽ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. പാട്ട് പ്രാർത്ഥനകളൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാനിരുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം പസങ്ങൾ അത്ര അടുത്തന്നെ പ്രാർത്ഥിപ്പിക്കാന്ന് പറഞ്ഞ് വളരെ സന്തോഷം. പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് പലർക്കും അറിയാൻ വയ്യാത്ത പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്ത് വന്നത്, ഇദ്ദേഹം മന്ത്രവാദിയാണോ, ഈ എൻ്റെ അറിവില് പഴയ കാലങ്ങളിലെ കൈനോട്ടോ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുള്ള കാണത്താൽ അതുപോലെ വല്ലതും ആണോ എന്നുള്ളൊരു ചിന്ത ചെറുതായിട്ട് എൻ്റെ അകത്തുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം എന്നെയും കാണുന്നത് ആദ്യമായിട്ടാണ്. അതിനൊന്നും ആസ്പദമില്ല എന്നുള്ള ചിന്തയിൽ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നു. ലാസ്റ്റ് അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു, പ്രഭാകരൻ, ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര കാലം മുന്നോട്ട് പോകുമെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് പലത് പറഞ്ഞെങ്കിൽ തന്നെയും അതെൻ്റെ മനസ്സിനകത്ത് ആഴമായി പതിഞ്ഞു. ആ ഒരു പദം ഇന്നും മറന്നിട്ടില്ല. ദൈവത്തിൽ വിശ്വസിച്ചാൽ, അപ്പോൾ എൻ്റെ അകത്തൊരു ചിന്ത വന്നു, ഞാൻ ദൈവത്തിലല്ല ഇതുവരെ വിശ്വസിച്ച് വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവരെയും വിശ്വസിച്ച് വന്നതൊന്നും ദൈവങ്ങളല്ലേ, അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയത്തില്ലേ?
എന്നുള്ള ചിന്ത എൻ്റെ അകത്ത് വന്നു. ഇതിന്റെ നാടുവിടുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വന്ന പല പാപസ്വഭാവങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അതത്ര നല്ലതല്ലാത്ത കാരണത്താൽ അത് വേണ്ട, ഞാൻ അത് അവോയ്ഡ് ചെയ്യുന്നു. കാര്യം ഞാനൊരു മഹാഭാവിയായിരുന്നു, ഞാൻ ഏതൊക്കെയോ ചെയ്തെന്ന് ഇന്ന് കുത്തിയിരുന്ന് പറയുന്നത് അത്ര നല്ലതല്ല എന്നുള്ളൊരു ചിന്ത. കാര്യം ഞാൻ അങ്ങനെ ആയിരുന്നു. എനിക്കത് വ്യക്തിപരമായി താല്പര്യമില്ലാത്ത കാരണത്താൽ ഞാൻ അങ്ങോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രീതിയിൽ ദൈവദാസൻ പ്രാർത്ഥിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ ഉണ്ട്. ഇത് വെറും തോന്നൽ മാത്രമല്ല, എന്തൊക്കെയോ ഉണ്ട്. അന്നത്തെ ദിവസം ആരാധന കഴിഞ്ഞ് ഞാൻ വന്ന സഹോദരന്മാരുടെ കൂടെ മടങ്ങിപ്പോയി. ഒരു ഇച്ചിരി പ്രായമുള്ളൊരു അങ്കിൾ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കുറച്ചങ്ങോട്ട് മാറി, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ അമ്പലപ്പുഴയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, വൈകിട്ട് വീട്ടിലോട്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ വൈകിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നുവോ? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ, സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ അകത്ത് എന്തോ ഒരു തോന്നൽ, അത് അംഗീകരിക്കണമെന്ന്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ എൻ്റെ സ്വന്തം നിയന്ത്രണത്തിലല്ല. എൻ്റെ ചിന്തകള്, എൻ്റെ വിചാരങ്ങളല്ല എൻ്റെ ഒരു നിയന്ത്രണത്തിനല്ല പോകുന്ന, എന്തോ സംതിങ് നടക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എൻ്റെ അകത്തുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു 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 എന്തുവാ, ഒരു ആടിനെയോ പശുവിനെയോ അതിൻ്റെ യജമാനന് കയറ് കെട്ടി എങ്ങനെ പിടിച്ചോണ്ട് പോകുന്നു, അതനുസരിച്ച് പോകുന്നത് പോലെ ഇദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് അത് അനുസരിക്കണം, അനുസരിച്ച് ജീവിക്കണം, അതും പ്രകാരം മുന്നോട്ട് പോകുന്നുള്ളൊരു തോന്നലുണ്ട്. ഞാൻ അതിനകത്ത് തയ്യാറാകുക. എൻ്റെ സ്വന്തം കൺട്രോള് പോയതുപോലൊരു ചിന്ത എൻ്റെ അകത്ത് വന്നു. തിരിച്ചറിവുണ്ട്, സുബോധത്തില ഇതെല്ലാം നടക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്തോ എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ശരിക്കും ചെലുത്തുന്നത് പോലെ എനിക്കൊരു തോന്നല്. എനിക്കത് മനസ്സിലായി. ഞാനൊരു തീരുമാനത്തിലെത്തി, അദ്ദേഹം പറയുന്നത് അനുസരിക്കാം. അദ്ദേഹം അടുത്ത് പറഞ്ഞു, ചില പദങ്ങൾ ഞാൻ പറഞ്ഞു തരും, അത് ഏറ്റു പറയണം. അത് ഏറ്റു പറയുന്ന ഇത്രയേ ഉള്ളൂ: യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ഞാനൊരു പാപി, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം, എൻ്റെ അകൃത്യങ്ങളെ ക്ഷമിക്കണം, സ്വന്തം മകനായി സ്വീകരിക്കണം. ഒരു 4-5 വാക്കുകളിൽ ഒതുങ്ങുന്നതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അങ്ങനെ ഏറ്റു പറയാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന്, യഥാർത്ഥമായി ആത്മാർത്ഥതയിൽ നിന്ന് ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞു. അന്നേരം മുതല് എൻ്റെ മനസ്സിനകത്ത് എന്തോ ഒരു ഭയങ്കര സന്തോഷം, അതുവരെ ഇല്ലാത്ത ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങി. ഇത് നടക്കുന്നത് 1987, ഏകദേശം എൻ്റെ 18 വയസ്സിനോട് കംപ്ലീറ്റ് ആകാത്ത സമയത്താണ് ഇത് നടക്കുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടു. പിറ്റേ ആഴ്ചയിൽ ഞാൻ സഭാരാധനയ്ക്ക് പോയി. ആ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ന്യൂ ഇയർ വരുന്നു. ആ ആഴ്ചയിലും ചർച്ചിന് പോയി. ന്യൂ ഇയറിന് പോകാൻ പറ്റിയില്ല. രാത്രി പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ രാത്രി ഞാൻ പോകാൻ ഇഷ്ടപ്പെട്ടില്ല. കാര്യം അതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതാണ് അതിന്റെ സത്യം. അങ്ങനെ ആ ദിവസങ്ങളിൽ സ്നാനത്തെക്കുറിച്ച് ഒരു പറഞ്ഞു. അങ്ങനെ ജനുവരി 88 സ്നാനമുണ്ട്. ബേതലേജി ചർച്ചിൽ സെക്കൻഡ് സാറ്റർഡേ, വെള്ളിയാഴ്ചയും ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്. എന്റെ മനസ്സിനകത്തൊരു തോന്നൽ, എന്തായാലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാം. അങ്ങനെ ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശനിയാഴ്ച ദിവസം പോയി. അപ്പം ഉച്ച കഴിഞ്ഞ് അവിടെ സ്നാന ക്ലാസ് എടുക്കുന്നു. ഞാൻ അതിനകത്ത് പോയിരുന്ന് സ്നാനത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പാസ്റ്ററുകൾ പഠിപ്പിച്ചു. കുറെ പേരുണ്ടായിരുന്നു. കുറെ പേര് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കേട്ടു. ലാസ്റ്റ് പറഞ്ഞു, വിശ്വസിക്കുന്നവർ സ്നാനപ്പെടാം, വിശ്വാസമാണ് ആധാരമായിരിക്കുന്നത്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പണമുള്ളവർ സ്നാനപ്പെടാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് കഴിഞ്ഞതിന് ശേഷം പാസ്റ്ററുകളെടുത്ത് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെടണമെന്ന്. ഒരു 2 ആഴ്ച, 3-ാമത്തെ ആഴ്ച ആവുന്നേ ഉള്ളൂ. എല്ലാവരും കൂടെ ഒരു 10-20 ദിവസത്തിനകത്ത് നടക്കുന്ന സംഭവമാണ്. യേശു ചർച്ചിൽ പോകാൻ തുടങ്ങി. മൊത്തത്തിൽ ഒരു 20 ദിവസത്തിനകത്താണ് എൻ്റെ രക്ഷിക്കപ്പെടലും ഈ സ്നാനം
ഈ തീരുമാനം കൂടെ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രഭാകരെ, ഇപ്പൊ വരാൻ തുടങ്ങിയിട്ട് ചില ദിവസങ്ങളെ ആയിട്ടുള്ളൂ, 1-2 ആഴ്ചയേ ആയിട്ടുള്ളൂ, ചർച്ചിൽ വന്നുകൊണ്ടിരിക്കുക, ദൈവവചനം നന്നായി കുറെ കൂടെ കേട്ടതിന് ശേഷം സ്നാനപ്പെടുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പം എന്തൊക്കെയോ ക്ലാസ്സിൽ പറഞ്ഞെങ്കിലും എനിക്കെല്ലാം സത്യത്തിൽ മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ നിന്നു, വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്തണമെന്ന് വാസു പറഞ്ഞു. ഞാൻ തിരിച്ച് പസങ്ങളെടുത്തൊരു ചോദ്യം ചോദിച്ചു, ക്ലാസ് എടുക്കുന്ന സമയത്ത് വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്താം, വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ പറ്റത്തില്ല. കാര്യം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹം ആകെ കൺഫ്യൂസിലായി. ഞാൻ സ്നാനപ്പെടണമെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്നു. ഈ പിറ്റേ ഞായറാഴ്ചയാണ് ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. സത്യത്തില് ഈ മലയാളത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലെന്ന് പറയും. സ്നാനപ്പെടുന്ന സമയത്ത് തുണി നനഞ്ഞാൽ വേറൊരു മാറ്റാൻ നല്ലൊരു തുണി സത്യത്തിൽ എനിക്കില്ലാത്ത കാലമാണ്. ഞാൻ പറഞ്ഞു വരുന്നേ, അത്രയ്ക്കും ഭൗതികമായി ഒരു ദാരിദ്ര്യ അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. നാട്ടില് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഏകദേശം അതേ രീതിയിലായിരുന്നു. പൂർണ്ണ പട്ടിണിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ തൃപ്തിയായി വയറു നിറച്ച് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ രീതിയിലാണ് എൻ്റെ ജനനം മുതല് സ്നാനപ്പെടുന്നിടം വരെയുള്ള കാലങ്ങള് നടന്നുകൊണ്ടിരുന്നത്. ഞാനൊരു പരിചയമുള്ളൊരു സുഹൃത്തിനടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു പാന്റും ഷർട്ടും തരണം, ഞാൻ ഇന്നതുപോലെ സ്നാനപ്പെടുകയാണ്, ഞാൻ സ്നാനപ്പെട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് അത് തിരിച്ചു തരും, ഞാൻ സ്വന്തമാകത്തില്ല. അദ്ദേഹം തന്നു. അങ്ങനെ ഒരു ജോഡി ഡ്രസ്സ് ഞാൻ മടക്കിക്കൊണ്ടുപോയി. ദൈവകൃപയാൽ 1988 ജനുവരിയില് 2ാമത്തെ ശനിയാഴ്ച കഴിഞ്ഞുള്ള വന്ന സൺഡേയില് കർത്താവിനെ ജലത്തിൽ സ്നാനപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചു. എന്റെ സ്നാനമാണ് ഞാൻ കാണുന്നത്. പലപ്പോഴും സ്നാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, കാണട്ടെ, കേൾക്കട്ടെ, പല അഭിപ്രായങ്ങള് പലരിൽ നിന്നും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തില് സ്നാനപ്പെടാൻ എനിക്കൊരു തടസ്സവും ഇല്ലായിരുന്നു. സ്നാനപ്പെട്ടതിന് ശേഷം നാളെ എന്താകും, ഫാമിലിയിൽ എന്തൊക്കെ സംഭവിക്കും, അതിനെക്കുറിച്ച് എനിക്കൊരു ചിന്തയേ ഇല്ല. മൊത്തത്തിൽ ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് ജീവിക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ഏൽപ്പിക്കപ്പെട്ടു. അങ്ങനെ 88 സ്നാനപ്പെട്ടു. ആ സന്തോഷത്തിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിച്ചു. മാതാപിതാക്കൾ അന്നുണ്ട്, ഞാൻ അറിയിച്ചു. കൂടെ താമസിക്കുന്ന ജ്യേഷ്ഠന് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല. എന്നാൽ ഞാൻ ചർച്ചിൽ പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാരണത്താൽ അദ്ദേഹം അതിനെ എതിർത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കും പിടികിട്ടില്ല. എന്നാൽ ഞാൻ ഒരു മറുചോദ്യം ചോദിച്ചു, ചേട്ടൻ എന്നെ രക്ഷിക്കാൻ കഴിയുമോ? എന്നെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം. നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ വഴി. അദ്ദേഹത്തിനും ഉത്തരം മുട്ടി. ഒന്നും ചെയ്യാൻ കഴിയാതായി. ഞാൻ എൻ്റെ മാർഗത്തിൽ പോയി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്നെ റൂമിന് പുറത്തിട്ട് കതകടച്ചു. ഞാൻ ഒരു ദിവസം പുറത്ത് കടന്നു. എനിക്കതിനകത്ത് ഒരു വിപരീത ചിന്തയൊന്നും വന്നില്ല, ഒരു വിദ്വേഷമോ പ്രതികാര ചിന്തയൊന്നും വന്നില്ല. സ്വാഭാവികം. ഞാൻ ഈ എടുത്ത തീരുമാനം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പുറത്താക്കി. എൻ്റെ അകത്ത് ഒരു ചിന്ത, എന്തായാലും ഞാനൊരാണാ, പെണ്ണല്ലോ, എന്തായാലും ഞാനൊരാണാ. ആ ആണായ കാരണത്താൽ എങ്ങനെയെങ്കിലും ദൈവം ജീവിക്കാൻ അവസരങ്ങൾ ഒരുക്കും. ഞാൻ എന്തായാലും കൊലപാതകിയല്ല, മദ്യപാനിയല്ല. ഞാൻ ലോകപ്രകാരം മനുഷ്യൻ വെറുക്കുന്നതായ യാതൊരു പാപിയുമല്ല. പാപങ്ങളും ഞാൻ ചെയ്തിട്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് നീ ചെയ്തത് തെറ്റാണെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ക്രിയയല്ല ഞാൻ ചെയ്തിരിക്കുന്നത്.
മാന്യമായി ജീവിക്കുവാൻ യേശു ദൈവം എന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ അനുസരിക്കുന്നു. മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ സമൂഹം വെറുക്കുന്ന ഒരു കാര്യം ഞാൻ ഒരു കുറ്റകൃത്യത്തിന് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ അകത്ത്, ഞാൻ ചെയ്തത് ശരിയാണ്, തെറ്റല്ല എന്നുള്ളൊരു ബോധ്യം എൻ്റെ അകത്ത് ദൈവത്തിന്റെ കൃപയാൽ തന്ന കാരണത്താൽ അവിടുന്നാണ് എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കം. ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തെ അറിയാനിടയായി. അങ്ങനെ സ്നാനപ്പെട്ട് പിറ്റേ വർഷം ഒരു വർഷം പ്രാർത്ഥിച്ചു, അഭിഷേകം പ്രാപിച്ചു. ആ നാളുകള് എനിക്ക് ആത്മീക കൂട്ടായ്മ തന്ന പല സഹോദരങ്ങളുണ്ട്. ചിലർ കർത്താവിൽ നിദ്ര പ്രാപിച്ചു, ചിലരിന്നും ഭൂമിയിലുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അവരുടെ വീട്ടുകാർ അറിഞ്ഞതോടുകൂടി പ്രശ്നങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബാംഗ്ലൂർ, അവർ നാട്ടില് ചെയ്യാവുന്നിടത്തോളം ഒരു മന്ത്രവാദങ്ങളും ആവിചാരങ്ങളും ചെയ്യാവുന്നിടത്തോളം ചെയ്തു. പക്ഷെ എൻ്റെ അകത്ത് ഒരു ബോധ്യം വന്നു, ഇതിനകത്ത് അവരെന്തൊക്കെ ചെയ്താലും എന്തെങ്കിലും ചെയ്ത് തന്നാൽ കഴിക്കരുത്, കുടിക്കരുത്, ഇതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുക. ആ ഒരു അറിവ് എൻ്റെ അകത്ത് തന്നെ ദൈവം തമ്പുരാൻ തന്ന കാരണത്താല് അവർ മന്ത്രവാദം ചെയ്തോ പൂജ ചെയ്തോ സുഹൃത്തുക്കൾ മുഖാന്തരമായി റിലേഷൻ മുഖാന്തരമായി എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ ഞാൻ അതിനെ പുറത്തു കളയും, കഴിക്കാറില്ല, കുടിക്കാറില്ല, അതുമായിട്ടൊരു ബന്ധമില്ലാതെ വണ്ണം അങ്ങനെ വർഷങ്ങൾ പോയി. അവർ ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് ചെയ്യുന്ന അനുസരിച്ച് ശാരീരികമായും മാനസികമായിട്ടും ഒത്തിരി അസ്വസ്ഥതകൾ അനുഭവിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവർ ചുമ്മാതിരിക്കുന്നില്ല, എന്തൊക്കെയോ ഇതിന്റെ പിമ്പിൽ നടക്കുന്നു. അങ്ങനെ ഇത് വർദ്ധിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ ഭയങ്കരമായ അലർജി, ഭയങ്കരമായി ചൊറിയാൻ തുടങ്ങി. സ്റ്റാർട്ടിങ് എനിക്ക് അത് അത്രയും മനസ്സിലായില്ല. പല സ്കിൻ സ്പെഷ്യലിസ്റ്റുകളെ കാണിച്ചെങ്കിൽ തന്നെയും ഒരു രോഗവുമില്ല. പക്ഷെ എനിക്ക് സഹിക്കാൻ കഴിയാത്ത ചൊറിച്ചിൽ, ഭയങ്കരമായി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ശരീരമൊക്കെ കത്തുന്നത് ബ്ലഡ് വരുന്ന പോലെ ആകും. കാര്യം അത്രമാത്രം ഒന്ന് ചൊറിയാൻ തുടങ്ങി. സഹിക്കാൻ വയ്യാതെ പ്രാർത്ഥിക്കാന്ന് മാത്രം അനേകര് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു വർഷത്തിനകത്ത് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആർത്തിയോടെ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. മതിമറന്ന് ആരാധിക്കാൻ തുടങ്ങിയതനുസരിച്ച് എൻ്റെ ജീവിതത്തിന്, ശരീരത്തിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ തുടങ്ങി. ആരാധിക്കുന്ന സമയങ്ങളിൽ, ആരാധിക്കുന്ന ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന സമയങ്ങളിൽ ശരീരത്തിന് ഭയങ്കര ആശ്വാസം. വീണ്ടും ഇതേ രീതിയാ. ഇങ്ങനെ നാളുകൾ ഇങ്ങനെ പോയി. 89 90 ആയപ്പോഴത്തെ എൻ്റെ അകത്തൊരു ചിന്ത, യേശുവിനെ കുറിച്ച് ആരോടെങ്കിലുമൊക്കെ പറയണം. അന്ന് എനിക്ക് കന്നഡ ഭാഷ ശരിക്കറിയത്തില്ല, തമിഴ് ശരിക്കറിയത്തില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഞാൻ ചെയ്യുന്ന ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ട്രാക്റ്റുകൾ എൻ്റെ കൈ കാണും. കുറെ പേർക്കൊക്കെ കൊടുക്കും. ഒന്നും മറുപടി പറയാൻ അറിയത്തില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിനെ കുറിച്ച് മാത്രം ഇത് നിങ്ങൾ വായിച്ചു നോക്ക്. അങ്ങനെ 90 യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നേറുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോകാൻ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയും മലയാളികളെ ഏറ്റവും കൂടുതൽ പാർക്കുന്ന ചൊക്സാന്തര ദാസലി എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകാൻ തുടങ്ങി. പലരുമായി പരിചയപ്പെട്ട് അറിയാവുന്ന രീതിയിൽ സുശേഷം പറയാൻ തുടങ്ങി. ചർച്ചിൽ വരുവാൻ ആഗ്രഹിക്കുന്നവരെ ഞായറാഴ്ച ദിവസങ്ങളിൽ അവരുടെ റൂമിൽ പോയി അവരെ വിളിച്ച്, ചിലർ എഴുന്നേക്കും, ചിലർ എഴുന്നേറ്റ് കാണത്തില്ല. ബാച്ചിലേഴ്സാ കൂടുതലും. ഫാമിലികളുമായിട്ട് എനിക്ക് അത്ര ബന്ധമില്ലായിരുന്നു. കാര്യം ഞാനും ബാച്ചിലറാ. ആ കാലങ്ങളിൽ പലരും ചർച്ചിൽ വരാൻ തുടങ്ങി. അങ്ങനെ പലരും രക്ഷിക്കപ്പെട്ടു, പലരും സ്നാനപ്പെട്ടു. അങ്ങനെ ഒരു ദൈവാലോചനയുടെ പുറത്ത് 91 ഈ പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു പ്രാർത്ഥനാ കൂട്ടം തുടങ്ങി. സത്യത്തിൽ ശരിക്കും പ്രാർത്ഥിക്കാൻ അന്നും പഠിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. പ്രസംഗിക്കാൻ അറിയത്തില്ല, ബൈബിള് വായിച്ച് തുടങ്ങിയതേ ഉള്ളൂ. പാടാന് അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. അങ്ങനെ ആ മീറ്റിംഗ് തുടങ്ങി. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് സഹോദരങ്ങൾ ചർച്ചയിൽ നിന്ന് വരും. ആരുമില്ലാത്ത ദിവസങ്ങൾ ഇത് എൻ്റെ തലയിൽ തന്നെ വരും. അറിയാവുന്ന പുതിയ നിയമത്തിൽ നിന്ന് സുവിശേഷങ്ങളിൽ നിന്ന് ഏതെങ്കിലും ചെറിയൊരു വാക്യം വായിച്ച് അറിഞ്ഞ കാര്യങ്ങൾ
ചെറുതായിട്ട് ഒരു മെസ്സേജ് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്തും. ആ കാലങ്ങളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സമയം കണ്ടെത്തുമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സമയം കണ്ട കാരണത്താൽ എന്നെ പോലെ രക്ഷിക്കപ്പെട്ടു വന്ന അനേക സഹോദരന്മാര് ഇന്ന് സുവിശേഷ വേലയിലുണ്ട്. അവരിൽ പലരും ഇന്ന് പാസ്റ്റേഴ്സാണ്. പല സ്ഥലങ്ങളില് അവർ കർത്താവിന്റെ സാക്ഷികളായി കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്നു. കർത്താവിന് പ്രയോജനമുള്ള അനേകര് ആ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ പുറത്തു വരുവാനിടയായി. അതിന് സഭ നല്ലൊരു സപ്പോർട്ടായിരുന്നു. വിശേഷാൽ പാസ്റ്റങ്ങള് നന്നായി സപ്പോർട്ട് ചെയ്തു. അങ്ങനെ 92 എന്നെ അസം സ്ക്വാഡിന്റെ ക്രെഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്നെ അയച്ചു. എനിക്ക് അന്ന് അവർ തന്നില്ല. പല കാരണങ്ങൾ അതിനുണ്ട്. എനിക്ക് ജീവിതത്തിൽ ഒത്തിരി നിരാശ വന്നൊരു സമയമായിരുന്നു. കാര്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോയി. സത്യത്തില് അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. പാസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് എത്ര സ്റ്റെപ്പുകൾ ഉണ്ട്, എന്തൊക്കെ അതിന്റെ കാര്യങ്ങൾ സത്യത്തിൽ അറിയത്തില്ലായിരുന്നു. ഉള്ള സത്യം പറയാമല്ലോ. പക്ഷെ പാസ്റ്ററുകൾ എന്നെ പ്രൊമോട്ട് ചെയ്തു, സഹായിച്ചു. പോവുക, പ്രഭാകരൻ അതിന് യോഗ്യന, ദൈവിക വെളിയുണ്ട് എന്ന് പറഞ്ഞ കാരണത്താൽ ഞാനത് സമ്മതിച്ചു. പക്ഷെ എനിക്ക് അവർ തന്നില്ല. അതിനകത്ത് പുറത്തു വന്ന ഒരു വാക്ക് എന്നെ അല്പമല്ലാതെ വേദനിപ്പിക്കാനുണ്ടായി. കാര്യം ഇവന്റെ ഹൈന്ദവ പശ്ചാത്തലമാണ്. ഇവന് ഹൈസ്കൂൾ പഠനമില്ല. ഹൈസ്കൂൾ പഠനമില്ല എന്ന് പറയുന്നതൊക്കെ സമ്മതിക്കുന്ന കാര്യം. പക്ഷെ ഇവന്റെ ഹൈന്ദവ പശ്ചാത്തലമാണ്. ഇത് മുന്നോട്ട് പോകുന്ന കാര്യം കഷ്ടമാണ്. അതെന്നെ അല്പമല്ലാതെ വേദനിപ്പിച്ചു. പക്ഷെ ഞാൻ തിരിച്ച് പാസ്റ്ററുകളുടെ അടുത്ത് വന്നു. അദ്ദേഹം എനിക്ക് ഒത്തിരി ആശ്വാസം തന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് ഒറ്റ വാക്ക് പറഞ്ഞ്, പ്രഭാകരൻ SIAG സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലേലും ബഥേലിന്റെ ഒരു സുവിശേഷകനാണ്, അത് മറക്കണ്ട, മുന്നോട്ട് പോകാൻ പറഞ്ഞു. എന്നെ ആ വാക്ക് ഒത്തിരി ബലപ്പെടുത്തി എന്ന് പറഞ്ഞാലും പോലെ എന്നെ ഒത്തിരി ബലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ആ വാക്ക് ഇന്നും ഞാൻ ഓർക്കാറുണ്ട്. ഇന്നും അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാറുമുണ്ട്. കാര്യം തളർത്തുന്ന പല അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും നമ്മെ ബലപ്പെടുത്തുവാൻ ദൈവം ഓരോരുത്തരെ അവിടവിടങ്ങളായി എഴുന്നേൽപ്പിച്ച് ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ നടത്തുന്ന നല്ലൊരു കർത്താവ് ഇന്നും ജീവിക്കുന്ന വ്യക്തികൾ ഇന്നും ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രവും ചെയ്യാറുണ്ട്. ഞാൻ മുന്നോട്ട് വന്നു. ആ കാലങ്ങളിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. 95 കല്യാണം കഴിഞ്ഞു. ഒരു കുട്ടി ജനിച്ചു. 97 ആയപ്പോഴത്തെ ചർച്ച നന്നായി വളരുന്ന കാലം. ഞാൻ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. അന്നത്തെ ഏക ആഗ്രഹം കർത്താവിനെ ഉയർത്തുക. ഈ കാലങ്ങളിലെല്ലാം വീട്ടിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ട്. വീട്ടിൽ വരരുതെന്ന ചിന്തയോ അവരുടെ നിയമവും അതാ, വീട്ടിൽ വരരുത്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വരാം, നിൽക്കരുത്. ഇതിന്റെ ഇടയ്ക്ക് പിതാവ് ഒരു കാര്യം പറഞ്ഞു, നീ ഇങ്ങനെ പോയ കാരണത്താൽ വീടുമായിട്ടൊരു ബന്ധമില്ല. വീട്ടിൽ നിന്ന് ഒന്നും നീ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞത് പാരമ്പര്യമായി ജന്മസിദ്ധമായി കിട്ടുന്ന പിതാക്കന്മാരുടെ സ്വത്തിനെ കുറിച്ച്. ഞാൻ അദ്ദേഹത്തോട് തിരിച്ച് നേരെ അല്ലെങ്കിലും ഒരു മറുപടി പറഞ്ഞു, അപ്പനൊന്നും തന്നില്ലെങ്കിൽ വേണ്ട, അവിടെ കൊണ്ട് തീർന്നു, പ്രശ്നം തീർന്നല്ലോ, വഴക്കിന് ഞാനില്ല, തരത്തില്ലെങ്കിൽ വേണ്ട. കാര്യം എൻ്റെ അകത്ത് ദൈവം നടത്താൻ ശക്തന്. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ മാതാപിതാക്കളുടെ സ്വത്ത് പ്രതീക്ഷിച്ചില്ല. സ്നാനപ്പെടുമ്പോൾ നാളെ ജീവിതം എന്തായിത്തീരും എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. ഞാൻ ഒന്ന് മനസ്സിലാക്കി, ഇതിലെന്തോ ഒരു സത്യമുണ്ട്, ഇത് സത്യമാ. ഈ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ഒരിക്കലും ലജ്ജിക്കപ്പെടുമെന്ന അവസ്ഥ വരുത്തില്ല, കൈവിടത്തില്ല. കൂടിരിക്കുന്ന ദൈവമാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ അകത്ത്, ആ ഒരു ആത്മസന്തോഷം, ആത്മിക ധൈര്യം കർത്താവിന്റെ മഹാകൃപയാൽ എൻ്റെ അകത്ത് വന്ന കാരണത്താൽ മാനുഷികമായി പറയുന്ന ഏത് വാക്കുകളുടെയും മുമ്പിൽ ആ സമയത്തൊരു എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമെങ്കിൽ തന്നെയും അതിനെ ഡബിൾ ശക്തിയോടെ എതിർത്ത് നിന്ന് തോൽപ്പിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരു ദിവസം ഞാൻ ഇതിനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഒരു ചോദ്യം നിനക്ക് വിരോധമായി വരുന്നുണ്ട്. നിനക്ക് എന്ത് കിട്ടി? വീട്ടിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, രക്ഷിക്കപ്പെടാത്ത ഇതര വ്യക്തികളിൽ നിന്ന് അനേക ചോദ്യങ്ങൾ എൻ്റെ നേർക്ക് വന്നു. നിന്റെ കുടുംബ പശ്ചാത്തലം ഇതെല്ലാം വിട്ട് നീ ഇങ്ങനെ പോയല്ലോ.
ബാക്കി പദങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടേതായ സ്റ്റൈലിലുള്ള പദങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് കിട്ടി? ഇതൊരു ചോദ്യമാണ്. അന്ന് ദൈവാത്മാവിന്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് നീ മരിച്ചാൽ നിത്യതയിലെത്തും, നിന്റെ ആത്മരക്ഷ നീ സാധിച്ചു. ഈ ചോദിക്കുന്നവർക്ക് എന്നാ കിട്ടി? എന്നെ ആ പദം ഒത്തിരി എന്നെ ബലപ്പെടുത്തി. അന്ന് മുതല് വിപരീത ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, ഞാൻ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന ഗ്യാരണ്ടി എനിക്കുണ്ട്. നിന്റെ കാറ്റ് തീർന്നാൽ നീ എവിടെ എത്തും? മരണമെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികം ഏത് മനുഷ്യനും അകത്തൊരു ഭയം ഉണ്ടാകും. പലപ്പോഴും വിശ്വാസികളുടെ അകത്ത് പോലും ഭയം ഉണ്ടാകും. പക്ഷെ ദൈവകൃപയിൽ ജീവിക്കുന്നവർക്ക് ആ ഭയം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവകൃപയിൽ ദൈവസ്ഥാനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ആ ഭയമൊന്നും കാണത്തില്ല. കാര്യം ആ ഭയമൊക്കെ അവര് പുറത്തിയടിച്ച് ഏത് സമയത്ത് എന്തിനും നേരിടാനും കർത്താവ് അറിയാതൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള തികഞ്ഞ ബോധ്യത്തിലായിരിക്കും ഏതൊരു ആത്മീകരും ജീവിക്കുന്ന. ഏതൊരു ആത്മീകരും, എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്നത് എത്ര കാലം ജീവിച്ചാൽ ഈ ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, ജീവിക്കുന്ന കാലം ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവം നമുക്ക് തന്ന ആയുസ്സും ആരോഗ്യം ദൈവനാമത്തിന് പ്രയോജനപ്രദമായി എത്രമാത്രം നമ്മൾ ഉപയോഗമുള്ളവരായി ജീവിച്ചു. പലപ്പോഴും പല സാക്ഷ്യങ്ങളിലെല്ലാം നമ്മൾ കേൾക്കുന്നത് പാവിയായിരുന്ന സമയത്ത് എന്തൊക്കെയോ വീരകൃത്യങ്ങൾ കാണിച്ചു. ഞാൻ തിരിച്ചു ചോദിക്കാറുള്ള ചോദ്യം, അത് അവരുടെ നടന്നു വന്ന മാർഗങ്ങളെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ആത്മീയ ജീവിതം ദൈവത്തിന് വേണ്ടി നിങ്ങൾ എത്ര വീരകൃത്യം കാണിക്കുന്നു, എത്ര ഉറപ്പോട് ധൈര്യത്തോട് ദൈവത്തിന് സാക്ഷികളായി ജീവിക്കുന്നു, ദൈവത്തിന് എത്ര പ്രയോജനമുള്ളവരാ. ആ ഒരു പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ കഴിയാതെ വന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം എത്രമാത്രം ഫലപ്രദമാണെന്ന് ചിന്തിക്കണം എന്നാ എൻ്റെ ആഗ്രഹം. അങ്ങനെ പ്രതിസന്ധികൾ ആവശ്യം പോലെ ഇങ്ങനെ വരുന്ന ഒരു സൈഡ്. പക്ഷെ ഞാൻ ഇതിനെ ഒന്നും വകവയ്ക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവനാമത്തിന് വേണ്ടി ജീവിക്കുക, മറ്റൊരാളുടെ യേശുവിനെ കുറിച്ച് പറയുക. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിടശല് കിട്ടി, വിവാഹം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ആ കാലങ്ങള് സഭ നന്നായി വളരുന്ന സമയവുമാണ്. നന്നായി പല ഏരിയകളിൽ ഞങ്ങൾക്ക് പ്രവർത്തനമുണ്ട്. ഇന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം വ്യത്യസ്ത തമിഴ്, കന്നഡ, മലയാളം സഭകൾ പലതുണ്ട്. ഞാനായിരിക്കുന്ന സമയത്ത് അന്ന് അധികം സഭകളില്ലാത്ത സമയമാണ്. പല ഏരിയകള്, നോർത്ത് സൗത്ത്, പല ഏരിയകൾ, പല ഔട്ട്സ്റ്റേഷനുകൾ തുടങ്ങി. രക്ഷിക്കപ്പെടുന്ന വരുന്ന സഹോദരന്മാര് പല ഏരിയകൾ മീറ്റിങ്ങിന് നടത്തുവാൻ നല്ലൊരു ആത്മസാന്നിധ്യത്തിൽ ജീവിക്കുന്ന കാലം. അങ്ങനെയിരിക്കുമ്പോൾ എൻ്റെ അകത്തൊരു ചിന്ത വന്ന്, മലയാളം വിട്ട് കന്നഡ പിടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നൊരു ചിന്ത എൻ്റെ അകത്ത് വന്നു. അങ്ങനെ പാസ്റ്റർ എനിക്കൊരു അവസരം ഒരുക്കി തന്നു. അങ്ങനെയാണ് മലയാളം സഭ വിട്ട്, മലയാള ഭാഷ വിട്ട് കന്നഡ ഭാഷകളിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുന്നത്. അതൊരു ദൈവാലോചനയുടെ പുറത്താണ്. ജോലി വിട്ട് ഇന്ന് ഞാൻ ആയിരിക്കുന്ന ബെല്ലാരി ജില്ലയിലെ കർണാടക എന്ന് പറയുന്ന കർണാടക സ്റ്റേറ്റിൽ, ബെല്ലാരി കർണാടകത്തിന്റെ മധ്യഭാഗത്തായിട്ട് വരും. ആന്ധ്രയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, തെലുങ്കും കന്നഡയും മിക്സഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലം. ഗ്രാമപ്രദേശം വന്ന് ബാംഗ്ലൂർ സിറ്റി വിട്ട് ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയായി പോയി. എന്നാൽ ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കാരണത്താൽ എനിക്ക് അധികം ബുദ്ധിമുട്ട് വന്നില്ല. എന്നാലും ബാംഗ്ലൂർ സിറ്റി വേറെ, ഗ്രാമപ്രദേശം, വാഹന സൗകര്യം, ജീവിത സൗകര്യം, ഇതെല്ലാം ഒത്തിരി ബുദ്ധിമുട്ട്. അക്കാലങ്ങളിൽ എന്നെ ഏറ്റവും ധൈര്യപ്പെടുത്തിയത് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ പാസ്റ്റർ വിജയങ്ങളുടെ ചില വാക്കുകൾ എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. അദ്ദേഹം നടന്നു വന്ന അദ്ദേഹത്തിന്റെ സാക്ഷ്യങ്ങള്, തന്റെ ജോലി വിട്ടതിന് ശേഷം സുവിശേഷത്തിന് വേണ്ടി താൻ സഹിച്ചതും തന്റെ സമർപ്പണം. ആ ഒരു വലിയ മനുഷ്യൻ നല്ലൊരു ജോലി വിട്ട് അത്രയും ദൂരത്തില് തനിക്ക് ആ ഒരു സമർപ്പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തുകൂടെ ആയിക്കൂടാ എന്നൊരു ചിന്ത എൻ്റെ അകത്ത് വന്നു. രണ്ട്, ഒരു ഔദ്യോഗിക ജോലിയില്, സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ഒരു ജോലിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്റെ ജോലി സംബന്ധമായിട്ട് ഏതൊരു സ്ഥലത്ത് അയച്ചാലും തന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ പോയേ പറ്റൂ. അത് തന്റെ ഉപജീവന മാർഗമാണ്. ഇല്ലെങ്കിൽ താൻ ജോലി റിസൈൻ ചെയ്യണം. ഉപജീവന മാർഗ നിമിത്തം താൻ പോകാൻ അത്രയ്ക്ക് സമർപ്പണമുള്ള വ്യക്തിയാണെങ്കിൽ ഒരു സുവിശേഷകന് എത്രമാത്രം സമർപ്പണം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ അകത്ത്
ദൈവമായിട്ട് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാരണത്താൽ പ്രതിസന്ധികൾ അനവധി ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാനും പതുക്കെ കന്നഡ ഭാഷ പഠിച്ചെടുക്കുവാൻ തുടങ്ങി. കന്നഡ വായിക്കാൻ തുടങ്ങി. എഴുതാൻ അറിയത്തില്ല, ഇന്നും അറിയത്തില്ല, അന്നും അറിയത്തില്ല. അത്യാവശ്യം വായിക്കുവാൻ ഗ്രാമങ്ങൾ പലരുമായി പരിചയപ്പെട്ട് ഗ്രാമീണ സുവിശേഷ വേല തുടങ്ങി. 1988 അവസാനമാണ്. കുറച്ച് നാളുകൾ ഭാഷ പഠിച്ചെടുക്കാൻ സമയമെടുത്തു, ശരിക്കും സമയമെടുത്തു. കാര്യം കന്നഡ തെലുങ്ക് മിക്സഡ് ഭാഷയാ കാരണത്താൽ സ്വല്പം കഷ്ടമാണ്. വിദ്യാഭ്യാസമില്ലാത്ത ആ ഒരു അപരിഷ്കൃതരായിരിക്കുന്ന ജനം. ബെല്ലാരി ജില്ല എന്ന് പറയുന്ന ദേവദാസ സമ്പ്രദായത്തിന്റെ ടോപ്പിൽ നിൽക്കുന്ന കാലങ്ങൾ അന്ന്. ഇന്നില്ല. ഇന്ന് ഗവൺമെന്റ് അതെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇന്നത് രഹസ്യമായിട്ട് എവിടെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും, പക്ഷെ പരസ്യമായിട്ടില്ല. ഇങ്ങനെ പല രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളാൽ നിറയപ്പെട്ട ഒരു സ്ഥലമാണ്. അതോടുകൂടി ഈ മലയാളത്തിൽ പറയും പടയെ ഭയപ്പെട്ട് പന്തളത്തി എന്നുമ്പോ പന്തവും കുത്തി പടയെന്നൊരു മലയാളം പഴഞ്ചൊല്ല് പറഞ്ഞ പോലായി എൻ്റെ കാര്യം. ഞാൻ വിചാരിച്ച് കുറച്ചുകൂടൊക്കെ ആശ്വാസവും സമാധാനകരമായിട്ടൊക്കെ പോകുന്നു. വാസ്തവത്തില് അവിടെ മുതൽ എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ഫൈറ്റിംഗ് തുടങ്ങുന്നതെന്ന് പറയാം. അവിടെ മുതൽ എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ഫൈറ്റിംഗ്. പൈശാചിക ശക്തികളുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടുന്ന അനേക സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടായി. എൻ്റെ മൂത്ത മോൻ അന്ന് 2 വയസ്സിലോട്ട് കടക്കുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ അവൻ ആസ്മ പേഷ്യൻ്റ് ആണ്. ബാംഗ്ലൂരുള്ളപ്പോൾ ഹോമിയോ മെഡിസിൻ കിട്ടും. ഇവിടെ വന്നപ്പോൾ ഹോമിയോ മെഡിസിൻ ഇല്ല. ഇവിടെ ഏറ്റവും തണുപ്പ്, മലനാട് ഏരിയ കാരണത്താൽ മഴ ശരിക്കും നിന്ന് പെയ്യുന്ന സ്ഥലങ്ങള്, അതുപോലെ തണുപ്പ്. വന്ന സമയം സഹിക്കാൻ വയ്യാത്ത തണുപ്പ്. സത്യത്തില് വിട്ടുപോകണമെന്നുള്ള ചിന്തയൊന്നും അന്നും വന്നില്ല, ഇന്നും ഒട്ടുമില്ല. പക്ഷെ ഇതിന്റെ നടുവിൽ സഹിക്കാൻ വേണ്ടി കൃപയ്ക്കായി മാത്രം പ്രാർത്ഥിച്ചു. അതിനേക്ക് അതിജീവിപ്പാൻ ദൈവം കൃപ തന്നു. പക്ഷെ മലയാളത്തിൽ ഈ കരപ്പൻ എന്ന് പറയുന്ന രോഗത്താൽ പൈതൽ ബാധിക്കപ്പെട്ടു. ദേഹമെല്ലാം കരപ്പൻ പോലെ ചെറിയ ചെറിയ കുരുക്കള്, പരു പോലെ വന്നു. ഇത് കുളിപ്പിക്കുന്ന പൊട്ടി രക്തം ഒഴുകും. അന്ന് ബാംഗ്ലൂർ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ ബെൻസൺ, അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞാൽ അദ്ദേഹം മെഡിസിൻ തരും, പോസ്റ്റൽ അയക്കും, കൊറിയർ അയക്കും. അത് മേടിച്ച് വർഷങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചു. കുറച്ചൊക്കെ പൈസ കൊടുക്കും. ഒത്തിരി അദ്ദേഹം ഫ്രീ തന്നു. ഈ സമയത്ത് അദ്ദേഹത്തെ ഓർക്കുന്ന, ഈ സമയത്തെന്നല്ല, ദൈവം സഹായിപ്പാൻ ഒരുക്കിയവർ ഒത്തിരി പേരുണ്ട്. ആരും മറക്കുന്ന സ്വഭാവം നല്ലതല്ല. ദൈവം പലരെ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, പനി, ഓവർ ടെമ്പറേച്ചർ, ഇങ്ങനെയൊക്കെയുള്ള പല രോഗങ്ങളിൽ കൂടി കടന്നു പോകാൻ തുടങ്ങി. ഈ സമയത്ത് രണ്ടാമത്തെ കുട്ടി ജനിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ രാത്രികാലങ്ങളിൽ ഇവൻ കരയാൻ തുടങ്ങും. ഒരു 9 മണി കഴിയുമ്പോൾ ഇവൻ കരയാൻ തുടങ്ങിയാൽ രാത്രി 12-1 മണി വരെ നിർത്താതെ വലിയവായി കരയും. ഒരു കൺട്രോളും ഇല്ല, ഒരു രോഗവും ഇല്ല. അപ്പോൾ ഇത് രാത്രികാലങ്ങളായ കാരണത്താൽ പലരും കേട്ടിട്ട് എന്തെങ്കിലും തായത്ത് കെട്ടുക, അങ്ങനെയൊക്കെയുള്ള പൊടിക്കൈകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്കത് പറയാം, നമുക്കതിന് വ്യവസ്ഥയില്ലല്ലോ, ആശ്രയിപ്പാൻ ദൈവം മാത്രമേ ഉള്ളൂ. നാളുകൾ പ്രാർത്ഥിച്ചു, മാസങ്ങൾ ഇങ്ങനെ പോയി. ഒരു ദിവസം രാത്രിയിൽ എനിക്ക് 12 മണി കഴിഞ്ഞു. ഇവൻ വലിവായിൽ കരഞ്ഞു, വാ ഒരുമാതിരി തുറന്നു. ഞാൻ വിചാരിച്ച് ഇത് അന്ത്യമായിരിക്കുമെന്ന്. ഞാൻ വിചാരിച്ചത് എൻ്റെ അന്ത്യമെന്ന് ഞാൻ പറഞ്ഞത് മിക്കവാറും തീരുന്ന ലക്ഷണം പോലെയാ. ആരോട് പറയാൻ പറ്റിയ രാത്രിയിൽ? ഇന്നത്തെ പോലുള്ള വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ ദൈവം ഞങ്ങളുടെ വേദന കണ്ടു. ഞങ്ങളുടെ പ്രാർത്ഥന, അനേകരുടെ പ്രാർത്ഥന ഫലമായി അന്ന് രാത്രി ആ കരച്ചിൽ നിന്ന് പിന്നെ അതുപോലെ അവൻ കരഞ്ഞിട്ടില്ല. ദൈവം ഒരു വ്യത്യാസം, ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ പകർന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ പകർന്നു. ഞാൻ വീട്ടിലില്ലാത്ത സമയങ്ങളിൽ അന്ന് ഷീറ്റിട്ട ഒരു ചെറിയ ചർച്ച, ഒരു വീടും എല്ലാം കൂടെ ഒരുമിച്ച പലർ അതിന്റെ മേളിൽ നടക്കും. വിശ്വസിക്കാൻ
വലിയ കഷ്ടമുള്ള കാര്യങ്ങളാണ്, പക്ഷെ യാഥാർത്ഥ്യമാണ്. ഞാനില്ലാത്ത സമയങ്ങളിൽ ആരൊക്കെയോ നടക്കുന്നു. സന്ധ്യയായി കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര ശബ്ദം, പല രീതിയിലുള്ള ഡിസ്റ്റർബൻസുകൾ രാത്രികാലങ്ങളിൽ അധികവും, ചില ദിവസങ്ങൾ അധികവും. എന്നാൽ ഒന്ന് തീരുമാനിച്ച്, മരിച്ചാലും ജീവിച്ചാലും ഇവിടെ തന്നെ. ഇവിടുന്ന് പോയാൽ വേറിടത്ത് പോയാലും അവിടെയും പിശാചുണ്ട്. ഇവിടെ തോറ്റവൻ അവിടെയും തോക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം അയച്ചുവെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുക. എന്തു വന്നാലും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുക. തോറ്റുകൊടുക്കുന്ന പരിപാടിയില്ല. ഒന്നീ മരണമില്ലെങ്കിൽ ജീവൻ, ഇത് രണ്ടിന്റെ മടുവിൽ വേറൊന്നും നടക്കാൻ പോകുന്നില്ല. മരിച്ചാലും ജീവിച്ചാലും ദൈവത്തിന് വേണ്ടി, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു ധൈര്യം അകത്തുള്ള കാരണത്താൽ, വിശേഷാൽ എൻ്റെ ഭാര്യയ്ക്കും അവര് ധൈര്യശാലിയായ കാരണത്താൽ, അടുത്തങ്ങ് വീടുകളില്ലാത്ത ഏകാന്തമായ സമയങ്ങളിൽ പോലും ധൈര്യമായി പ്രാർത്ഥിച്ചു മുന്നേറുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആത്മീയ സഹോദരങ്ങൾ, സ്നേഹിക്കുന്നവരുണ്ടായിരുന്നു. പ്രാർത്ഥനാ സപ്പോർട്ട് അന്നും ഇന്നും ഒരു മഹാബലമായിരുന്നു. ഇങ്ങനെ പോയി ചില നാളുകൾ കഴിഞ്ഞപ്പോൾ വില്ലേജുകൾ പ്രവർത്തനം വിശാലമായി. ഇന്ന് ഞങ്ങൾക്ക് പല അവശേഷങ്ങളുണ്ട്. 40 കിലോമീറ്റർ വരെ ഞങ്ങളെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങി. പല ചർച്ചുകൾ, വേറെ ആൾക്കാർ വന്ന് അവിടെ പ്രവർത്തിച്ച് ചർച്ച് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതങ്ങ് നിർത്തും. കാര്യം ഇത് പൊളിറ്റിക്കൽ അല്ല. രക്ഷിക്കപ്പെടുന്നവർ സ്വർഗത്തിൽ പോകണം. ആ ഒരു കാരണത്താൽ പല പ്രവർത്തനങ്ങൾ നിർത്താനുള്ള കാര്യം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പല ചർച്ചകളും നല്ലതല്ല, നല്ല സാക്ഷി ഉണ്ടാക്കുന്നതല്ല, ദൈവനാമത്തിന് അപമാനമാകുന്ന ഒരു കാരണത്താലും നമ്മുടെ പ്രവർത്തനം നിന്നാലും വേണ്ടിയല്ല. നമ്മുടെ 2 വിശ്വാസി അവരുടെ ചർച്ചിൽ പോയാലും ഒരു പ്രോബ്ലവും ഇല്ല, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി. പക്ഷെ പ്രവർത്തനമില്ലാത്ത ഗ്രാമങ്ങളിൽ ഇന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. 4 സൺഡേ സർവീസുകളായി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ തീരെ രോഗത്താൽ പിടിക്കപ്പെട്ടു. ദിവസങ്ങൾ പോകുന്നതനുസരിച്ച് ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതലുണ്ട്. ആശുപത്രി പോയി പല മെഡിസിൻ കഴിച്ചു, ഒരു വ്യത്യാസമില്ല. ഗ്യാസ് പ്രോബ്ലം ഭയങ്കരം. അവർ വന്ന മെഡിസിൻ കഴിച്ചപ്പോൾ അതിനെക്കാട്ടിൽ ആഹാരം കഴിക്കാൻ വയ്യ ദിവസങ്ങളായി. വെള്ളം കുടിക്കാൻ ഭയങ്കര ദാഹം, എത്ര വെള്ളം കുടിച്ചാലും നിൽക്കത്തില്ല. നേരെ നടക്കാൻ വയ്യ. ഞാൻ ആയിക്കഴിഞ്ഞപ്പോൾ പാസ്റ്റങ്ങളെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ, കുഞ്ഞുങ്ങളെ അടുത്തുള്ള ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, അങ്കിളിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി. ഒരു ശനിയാഴ്ച രാത്രിയിലാണ് പോകുന്നത്. സൺഡേ സഭയായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇന്നതൊന്നല്ല. സഭയുടെ പ്രാർത്ഥന, പാസ്റ്റങ്ങള് ആത്മാർത്ഥമായി സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനു മുമ്പും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്നും പ്രാർത്ഥിക്കുന്നു. പക്ഷെ അന്ന് സമയമെടുത്ത് ഞങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി പ്രാർത്ഥിച്ചു. അതോടുകൂടി എൻ്റെ ശരീരത്തിനൊരു റിലീഫായി, ഒരു വിടുതലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് രോഗമല്ല, ഇതിന്റെ പിമ്പിൽ ഏതോ ശക്തികൾ വ്യാപരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ 2 ദിവസം അവിടെ നിന്ന് 2 മൂട്ടില് ഗ്ലൂക്കോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തെ ശരീരത്തിന് കുറച്ച് ബലമായി. ഞാൻ തിരിച്ചു വന്നു. ദിവസനിരിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തി. നീ ഇവിടെ നിൽക്കുന്നത്, ഇവിടുത്തെ പ്രവർത്തനം, ഇവിടുത്തെ ആരാധന പൈശാചിക ശക്തികളുടെ പോക്കുവരവിന് വളരെ തടസ്സം സൃഷ്ടിക്കുന്ന കാരണത്താൽ അത് സംബന്ധപ്പെട്ട വ്യക്തികൾ നിന്നെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ്. പക്ഷേ ദൈവത്തിന്റെ മഹാകരുണയാൽ പ്രാണന്റെ മേൽ ആത്മാവിന്റെ മേലും അധികാരം ദൈവത്തിന് മാത്രമായ കാരണത്താൽ പ്രാണനെയും ആത്മാവിനെയും ശരീരത്തെ ദൈവം സൂക്ഷിച്ചെന്ന് പറയാം. ആ മരണത്തിൽ നിന്നെ വിടുവിച്ചു. അതിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. മന്ത്രവാദമായിരുന്നു. അതിനുശേഷം അതുകൊണ്ട് അവർ നിർത്തിയില്ല, അതുകൊണ്ട് നിന്നില്ല. ഞാൻ കുറച്ചുകൂടെ ഉഷാറായി എന്ന് പറഞ്ഞാൽ ഇനിയും അറ്റക്കുകൾ ഉണ്ടാകും. കാര്യം ഇത് ശരിക്കും അറിയാവുന്ന പാർട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളായ കാരണത്താൽ അവർ പ്രതീക്ഷിക്കാത്തത് നടക്കാതിരിക്കുമ്പോൾ അവർ ചുമ്മാതിരിക്കത്തില്ല, അവർ തുറന്നും ചെയ്യും. ഇന്നൊരു ദിവസം ഞാനൊരു ഞായറാഴ്ച രാവിലെ വാതിൽ തുറന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ വാതിലിൽ നിന്ന് ആ ഏരിയകളെല്ലാം ബ്ലഡ് കിടക്കുന്നു. ഞായറാഴ്ച രാവിലെയാണ്. ഒരു
6 മണി കഴിഞ്ഞ സമയത്ത് ബ്ലഡ് കിടക്കുന്നു. ഞാൻ കണ്ണാടി വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം ആവശ്യം പോലെ കിടക്കുന്നു. ഞാൻ 6:30 ആകുമ്പോൾ ഞായറാഴ്ച രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകും. കാര്യം വെളുപ്പിനെ എനിക്കൊരു മലമുകളിൽ ഒരു ആരാധനയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ നടത്തുന്ന മെയിൻ ആരാധനയ്ക്ക് വരുവാൻ. 2 സാധാരണ ഞാൻ നോക്കുന്നത്. ബാക്കി 2 സർവീസുകൾ വേറെ സഹോദരന്മാർ നോക്കുന്ന കാണത്താൽ അത്രയും പ്രോബ്ലം ഇല്ല. അപ്പൊ ഞാൻ വെളുപ്പിനെ 6:30 എൻ്റെ വീട്ടിൽ നിന്ന് പോകണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇത് അത്ര ഗമനിക്കാൻ പോയില്ല. സമയമായ കാരണത്താൽ ഞാൻ റെഡിയായി പോയി. ഭാര്യയുടെ അടുത്ത് പറഞ്ഞതുപോലെ, പ്രഭയുടെ അടുത്ത് പറഞ്ഞു, നോക്കിയതുപോലെ ഇങ്ങനെ കിടക്കുന്നു. അവള് പുറത്തു വന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ ആവശ്യം പോലെ ഇങ്ങനെ കിടക്കുക. അവൾ കുറച്ച് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു. വെള്ളം തളിച്ച് ധൈര്യമായി അതങ്ങ് കഴുകിക്കളഞ്ഞു. കുറച്ചൊക്കെ പോയി, കുറച്ചൊക്കെ പോയില്ല. ഞാൻ അത്രയും ഗൗരവമാക്കിയില്ല. പിന്നീട് ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, പഴയതുകൊണ്ട് നിൽക്കാത്ത കാരണത്താൽ എങ്ങനെയെങ്കിലും രക്തം ഛർദ്ദിച്ച് കൊല്ലാൻ വേണ്ടി ചെയ്തതാ. പക്ഷേ ഞാൻ അതിനെ കാര്യമാക്കാൻ പോയില്ല. ഒന്ന് തോറ്റെങ്കിൽ പിശാചെ, നീ അടുത്തതും തോൽവി നിനക്ക. ആദ്യത്തെ ദൈവം എന്നെ ജയം തന്നെങ്കിൽ ഇനി തോൽവി എനിക്കല്ല, ജയം എൻ്റെ കൂടെ തന്നെയാ. ഞാൻ ജയിച്ചു മുന്നേറും, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ ഒരു ധൈര്യം ദൈവാത്മാവ് അകത്ത് തന്ന കാരണത്താൽ അധികം പേരോട് പറഞ്ഞില്ല. കാര്യം കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ധൈര്യം ഉണ്ടാവണമെന്ന് ഇല്ലല്ലോ. അങ്ങനെ കാരണത്താൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഇതുപോലെ മരണകരമായ 1-2 അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം ഞാൻ ഒരു മോട്ടോർ ബൈക്കിനകത്ത് വരിക. അതിനു മുമ്പേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, മൃഗശക്തികൾ നിനക്ക് വിരോധമായിട്ട് അറ്റക്കിന് നിൽക്കുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കുക. ഞാനൊരു സന്ധ്യാസമയം ഒരു ഗ്രാമത്തിൽ പോയിട്ട്, ഞാൻ ഒറ്റയ്ക്ക് അസാധാരണമായി പോകുന്ന കാര്യം, ഗ്രാമപ്രദേശമായ കാരണത്താൽ കുടുംബമായി പോകുന്നത് അത്ര എളുപ്പമല്ല. കുഞ്ഞുങ്ങൾ കൊച്ചാണ്. ഇങ്ങനെയൊക്കെയുള്ള കാരണത്താൽ സമയത്ത് സഹോദരന്മാരെ കിട്ടണമെന്നില്ല. ഞാൻ ഇങ്ങനെ സന്ധ്യാസമയത്ത് ബൈക്ക് ഓടിച്ചു വരുന്നു. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മൃഗം നിൽക്കുന്നു. കാളയാണോ പശുവാണോ പോത്താണോ സ്പഷ്ടമല്ല, കാരണം ഇച്ചിരി ഇരുട്ടിയ കാരണത്താൽ. ഞാൻ ഇടത്ത് സൈഡിൽ വരുന്നു, അത് വലത്ത് സൈഡിൽ നിൽക്കുന്നു. ഞാൻ ഇങ്ങനെ വരികെ അടുത്ത് വരിക, ഒരൊറ്റ ചാട്ടം എൻ്റെ മുമ്പില്. ഞാൻ അതിനെ ഇടിച്ചു. പക്ഷെ ദൈവത്തിനും തമ്പുരാന്റെ കൃപയാൽ എനിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. ഒരു കുഴപ്പവും പറ്റാതെ. പക്ഷെ വണ്ടിക്ക് ഡാമേജ് ആയി, അല്പസ്വല്പം നഷ്ടം വന്നു. കുറെ കൂടെ മനസ്സിലായി കാര്യമായി പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ച് ശാസിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അന്ന് മുതൽ ഇന്ന് വരെ മൃഗസംബന്ധമായി ഡയറക്റ്റ് ഒരു അറ്റക്ക് ഇതുവരെയും ഇല്ല. പക്ഷെ പല പ്രാവശ്യം കുഞ്ഞുങ്ങൾ വീണു. എന്നാൽ കാര്യമായ പരിക്കില്ലാതെ വണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനോട് ചേർന്ന് തന്നെയാ ഭയങ്കരമായ 2 ആക്സിഡന്റ്. ഒന്ന്, ഞാനൊരു ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു, വില്ലേജിൽ പോവുകയായിട്ട് ഒരു മീറ്റിങ്ങിന്. എൻ്റെ മുമ്പില് ഒരു ടിപ്പർ ലോറി പോകുന്നു. ഞാൻ നിൽക്കുന്ന മൈനിങ് ഏരിയ ആയ കാരണത്താൽ ഈ സ്ഥലങ്ങളിൽ ടിപ്പർ ആവശ്യം പോലുണ്ട്. അയണോറിന്റെ, ഇരുമ്പിന്റെ അയണോറാണ് ഈ മലകളിൽ ആവശ്യം പോലുള്ള. ഇത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ടിപ്പറുകൾ ആവശ്യം പോലുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു ടിപ്പർ പോകുന്നു. ആ പുള്ളിക്ക് അങ്ങ് പോയാൽ മതി. ഞാൻ പുള്ളിയുടെ പുറകെ പോകുന്നു. അപ്പൊ കുറച്ച് മുന്നേ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ റോഡ് പണിയുന്ന കാരണത്താൽ പുള്ളി അവിടെ നിർത്തി. 1 സൈഡാ, വലത്ത് സൈഡിൽ കുഴി, ലെഫ്റ്റ് സൈഡ് ഇടത്ത് സൈഡിലും കുഴി. പുള്ളി അവിടെ നിർത്തി. ഞാനും പുള്ളിയുടെ പുറകിൽ നിർത്തി. കാര്യം വേറെ വഴിയില്ല. ഈ പുള്ളി നിർത്തിയ നിമിഷം മുതൽ പുള്ളി റിവേഴ്സ് ഒറ്റ വരവ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 2 സൈഡും കുഴിയ. പുള്ളി പെട്ടെന്ന് ഇഞ്ഞു വന്ന് എനിക്ക് മനസ്സിലായി, നിന്നാ കാറ്റ് കയറുന്ന പരിപാടിയാ. ഞാൻ വണ്ടി കളഞ്ഞിട്ട് ജമ്പ് ചെയ്തങ്ങ് മാറി. പുള്ളി വണ്ടിയെ കൊണ്ട് കയറ്റി. അങ്ങനെ വണ്ടി വീണ്ടും പ്രോബ്ലമായി. വണ്ടി പകുതി കുഴിയിലോട്ടും പകുതി റോഡിലോട്ടുമായ കാരണത്താൽ പുറയിലത്തെ വീല് പുള്ളിക്കാരന്റെ വണ്ടിയുടെ കയറി. അതെല്ലാം റിപ്പയർ ആയി. ദൈവത്തിന്റെ തമ്പുരാന്റെ കൃപയാൽ പ്രാണനും ശരീരത്തിനും ഒരു അനാപത്ത് സംഭവിക്കാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മീയജീവിതത്തിന്റെ പോരാട്ടം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായി നാം കാണേണ്ട ഒരു കാര്യമല്ല. ജീവിതത്തിന്റെ പല അനുഭവങ്ങളിൽ ഞാൻ നടന്നു വന്ന് ഓരോന്ന് ദൈവം പഠിപ്പിച്ച് ദൈവകൃപയാൽ
ഇങ്ങനെ മുന്നേറി ഇനി ഒരിക്കൽ ഞാന്, ഭാര്യ, എൻ്റെ കൊച്ചും, മക്കള് 2, ഭാര്യയുടെ അനിയത്തി, അനിയത്തിയുടെ ഒരു മോന്, ഭാര്യയുടെ ചേച്ചി, ചേച്ചിയുടെ 2 മക്കൾ, എല്ലാം കുഞ്ഞുങ്ങളാ. പ്രായമുള്ളെന്ന് പറയുന്നത് ഞങ്ങൾ 4 പേര്, അതിനകത്ത് പുരുഷൻ എന്ന് പറയുന്നത് ഞാൻ, ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളാ. ഒരിക്കൽ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വരികയാണ്. 2009 നാട്ടിൽ പോയിട്ട് വരികയാണ്. ചർച്ചിനൊരു ബുളറോ പാസ്റ്റങ്ങൾ എടുത്തു തന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. ഞാൻ മാത്രമാണ് ഡ്രൈവ് ചെയ്യുന്നത്. തിരിച്ചു വരുമ്പോൾ തമിഴ്നാട്ടിൽ ഹൈവേ കൂടെ വരികയാണ്. ഒരു 2:30-3 മണിയോട് അടുക്കുന്ന സമയം ചെറുതായിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഇവരെന്നെ ശ്രദ്ധിച്ചതുമില്ല. നല്ല സ്പീഡ്, പുതിയ വണ്ടി, നല്ല സ്പീഡ്. ഡിവൈഡറിൽ ഇടിച്ചപ്പോൾ ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഇടി കഴിഞ്ഞ് റോഡിന്റെ മധ്യഭാഗത്തുള്ള 2 ഹൈവേ ആണല്ലോ, 2 സൈഡിലുള്ള റോഡിന്റെ മധ്യഭാഗത്ത് ഫുട്പാത്ത് പോലെ ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് ഇടിച്ച് വണ്ടി മേളിൽ കയറി. അതിനകത്തൂടെ ഓടുന്നേ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തോന്നിയ ബുദ്ധിക്ക് വണ്ടി ലെഫ്റ്റോട്ട് കട്ട് ചെയ്ത്, എന്തായാലും റോഡിൽ ഇറങ്ങണമല്ലോ, ലെഫ്റ്റോട്ട് കട്ട് ചെയ്തു. സ്പീഡ് കൺട്രോൾ ആയില്ല. ആ കട്ടിങ് വണ്ടി റോഡിൽ ഇറങ്ങി. അതിന്റെ ഇടത്തെ സൈഡ് ഒരു കുഴിയാണ്. ഒത്തിരി താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ്. 10-12 അടി കൂടുതൽ താഴ്ചയുണ്ട്. അതിനകത്ത് വണ്ടി ചെന്നു. വണ്ടി അതിനകത്ത് വീണു. ആ വീഴുന്ന സന്ദർഭത്തില് എനിക്ക് ഫീൽ ആയത്, ഒരു സാധനം ഒരു വ്യക്തി കൈയൊന്നെടുത്ത് വേറെ സ്ഥലത്തോട്ട് വെക്കുന്നത് എങ്ങനായിരിക്കും, അതേ അനുഭവം എനിക്ക് ഫീൽ ആയത്. ഒരു സാധനം എടുത്ത് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് വെച്ചാൽ എങ്ങനെയിരിക്കും, അതുപോലെ. ലെഫ്റ്റ് കട്ട് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ വണ്ടി മറിഞ്ഞില്ല. ആ കുഴിയിലോട്ട് വണ്ടി വന്നങ്ങ് നിന്നു. എടുത്തു വെക്കുന്ന പോലെ വണ്ടി നിന്നു. ഞാൻ ഡോർ തുറന്ന് ഒരു ബോട്ടിൽ വെള്ളമായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ, ഹൈവേ അല്ലേ, ആവശ്യം പോലെ ആൾക്കാർ. എല്ലാവരും പറയുന്ന ഒറ്റ സ്വരം, ദൈവം എന്നെ സൂക്ഷിച്ചു. സത്യത്തില് ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു. അന്ന് ഞങ്ങളെല്ലാം തീരേണ്ടിയതാ, എല്ലാരും തീരേണ്ടിയതാ. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്, ദൈവവചനത്തിൽ വായിക്കുന്ന പെറ്റ തള്ളയേക്കാൾ ദൈവം ഉറ്റ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ദൈവവചനത്തിൽ പറയുന്നത്, എൻ്റെ ജീവിതയാത്രയില് ചെറുപ്രായത്തില് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ തീരുമാനം വ്യർത്ഥമായില്ല, നിഷ്പ്രയോജനമായില്ല. തീരുമാനത്തെയും പ്രതിഷ്ഠയും കണ്ട ദൈവം ഇന്നും ആരോഗ്യത്തോടും ആയുസ്സോടും ഈ ഭൂമിയിൽ നിങ്ങളോട് സാക്ഷികളായിരിക്കാൻ ദൈവം എന്നെ ഈ ഭൂമിയിൽ ഇന്നും ശേഷിപ്പിച്ചിരിക്കുന്ന, എന്നെ മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെയല്ല. ദൈവം വലിയവനാ. ദൈവം സകലത്തെക്കാട്ടിൽ വലിയവനാ. നമ്മുടെ ചിന്തകളെക്കാട്ടിൽ, നിരൂപണങ്ങളെക്കാട്ടിൽ ദൈവം വലിയവനാ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും നമ്മുടെ ജീവിതത്തിൽ സാധിച്ചാൽ, നമ്മുടെ ജീവിത യാത്രയിൽ ദൈവത്തിന് വേണ്ടി ഒരു പ്രതിഷ്ഠയും തീരുമാനമുള്ളവരാണെങ്കിൽ ദൈവം നമ്മളോട് കൂടിയിരിക്കും. പ്രതിസന്ധി വരുത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, പ്രതികൂലം വരുത്തില്ലെന്ന് പറയുന്നില്ല. അങ്ങനെ വണ്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാസിയ ചെന്നിടിച്ച് ഫ്രണ്ട് സൈഡെല്ലാം ഡാമേജ് ആയി. പക്ഷെ വണ്ടി ഓടും, പ്രോബ്ലം ഇല്ലാതെ ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് അന്ന് ഞങ്ങൾ എത്തി. ഇതുപോലെ എത്ര അനുഭവങ്ങൾ ദൈവം ചെയ്തത് ഓർത്താൽ, ദൈവം നടത്തിയത് ഓർത്താൽ, ദൈവം വലിയവനാണ്. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് അലർജി ഒത്തിരി കൂടുതലായി. ചുമ ഒത്തിരി കൂടുതലായി. ചുമ വന്നാൽ സഹിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് അത് വൊമിറ്റിംഗ് ആവും. പല ശാരീരിക അസ്വസ്ഥകളാൽ അതിനുശേഷം ഞാൻ ബാധിക്കപ്പെട്ടു. നല്ല ഡോക്ടേഴ്സിനെ കണ്ടു. ഒറ്റ മറുപടി, എനിക്ക് ഈ സ്ഥലം യോഗ്യമല്ല, സ്ഥലം വിട്ടുപോവുക, സ്ഥലം വിട്ടുപോവുക. ഇതിന് മെഡിസിൻ അല്ല, സ്ഥലം വിട്ടുപോവുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ മെഡിസിൻ. 2 ഓപ്ഷനാണ് എൻ്റെ മുൻപിലുള്ളത്. 1, സ്ഥലം വിട്ടുപോവുക. 2, സ്ഥലത്ത് നിൽക്കുക. ഒരു തീരുമാനത്തിലെത്തി, ഇനി ഈ രോഗത്തിന് വേണ്ടി ഡോക്ടറെ അടുത്ത് പോകുന്നതിനെക്കാട്ടും നല്ലത്
ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആയുഷ് ദൈവത്തിന്റെ ദാനവ. അന്നന്ന് വിടുന്ന ആരോഗ്യം തന്ന് നടത്തുവാൻ ദൈവം ശക്തനാണ്. അങ്ങനെ നീണ്ട നാടുകളായി, കുറച്ച് വർഷങ്ങളായി ഈ വിഷയത്തിൽ മെഡിസിൻ എടുക്കാതെ ദൈവം തന്ന ബുദ്ധിക്കും അറിവിനും തക്കവണ്ണം പ്രാർത്ഥിച്ചു, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത്, എക്സസൈസും അത് ഇതൊക്കെ ചെയ്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുന്നു. കാര്യം ജോലിയാണെങ്കിൽ കളഞ്ഞിട്ട് പോവാം, സുശേഷ വില കളഞ്ഞിട്ട് പോകേണ്ടി ഒന്നല്ല. ദൈവം വിശ്വസ്തനെ നിന്നെ ഇത് ഏൽപ്പിച്ചെങ്കിൽ അന്ത്യത്തോളം നടത്തേണ്ടത് ദൈവത്തിന്റെ ജോലിയാ. ആരോഗ്യം ദൈവം ആദരണ്ടേ. ദൈവം തരുന്ന ആരോഗ്യം, ദൈവം തരുന്ന ആയുഷ്കാലം ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറണമെന്ന ഞങ്ങളുടെ പ്രതിഷ്ഠ ഇന്ന് മൂത്ത മകനും സുശേഷ വേലയിൽ എനിക്ക് സഹായകമായിരിക്കുന്നു. കന്നഡ അത്യാവശ്യം ഞങ്ങൾ ഉപയോഗിക്കുന്നു. കന്നഡ ഭാഷക്കാരും തെലുങ്ക് ഭാഷക്കാരും തമിഴ് ഫാമിലി ഉണ്ട്. ഇങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇതേവരെ ആയിരിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി കയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കണം. സാഹചര്യങ്ങളെ ഭയപ്പെടരുത്, പ്രതിസന്ധികളെ ഭയപ്പെടരുത്. അത് കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, എവിടെ നിന്ന് വേണമെങ്കിലും വരും. ആത്മീയ ജീവിതം പ്രതിസന്ധികളില്ലാത്ത ജീവിതമല്ല, പ്രതികൂലങ്ങളില്ലാത്ത ജീവിതമല്ല. ഇതെല്ലാത്തിന്റെ നടുവിലും കർത്താവ് നമ്മെ ജയോത്സവമായി നടത്തുവാൻ ദൈവം ശക്തനാണ്. ഉറച്ച തീരുമാനത്തിൽ ഭക്തന്മാര് പാടിയതുപോലെ ക്രൂശെ നോക്കി ഞാൻ യാത്ര ചെയ്യും, ഞാൻ പിന്മാറുകയില്ല, ഞാൻ മുന്നോട്ട്. അനേകർ കർത്താവിന് വേണ്ടി നിന്ന വയൽ പ്രദേശത്ത് കർത്താവിന് വേണ്ടി നിൽക്കാം. ഈ സാക്ഷി കേൾക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥന ചോദിക്കുന്നു. ഒറ്റ ആഗ്രഹം, ജീവിക്കുന്നത് യേശുവിനായി, മരിക്കുന്നെങ്കിലും യേശുവിനായി. എൻ്റെ കുഞ്ഞുങ്ങളും രണ്ടുപേരും സുശേഷ വേലയിൽ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നോ ആയെന്നോ പറയുന്നതിനേക്കാൾ ഉപരി ദൈവനാമത്തെ ഉയർത്തുന്നത് കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതെന്റെ ആഗ്രഹമാണ്. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. വിശേഷാൽ അരോമാറ്റിയിൽ കൂടി ഈ സമയം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് നൽകി തന്ന അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ ഭാഷ അത്ര നല്ല മലയാളം അത്ര ക്ലിയർ അല്ലെന്നറിയാം, ക്ഷമിക്കുക. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. നന്ദി കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അങ്ങ് ചെയ്ത നന്മകൾ ഓർത്ത്, ഉപകാരങ്ങൾ ഓർത്ത്, അങ്ങയുടെ ജനത്തോട് ഒരുമിച്ച് ഈ മീഡിയയിൽ കൂടി ഈ സാക്ഷി പ്രസ്താവിപ്പാൻ തിരുമേനി നൽകി തന്ന അവസരങ്ങൾക്കായി നന്ദി. ഇത് അനേകർക്ക് ആശ്വാസവും ധൈര്യവും ബലവും സമാധാനവും ദൈവകൃപയിൽ വർദ്ധിച്ചും വളർന്നും വരുവാൻ, അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി തീരുവാൻ മാത്രം തിരുമേനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങ് കേൾപ്പിക്കുന്നു. ഈ TV പ്രവർത്തനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. 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 താങ്ക് യു കർത്താവദാസ പാസ്റ്റർ പ്രഭാകരൻ. ദൈവസന്നിധിയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമാറ്റി ഇവിടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവഭൃത്യനോട് കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ഏറെ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ നാട് വിട്ട് ബാംഗ്ലൂരിൽ എത്തിച്ചേരുവാൻ ഇടയായി. അവിടെ വന്നതിൻ്റെ പിന്നിൽ ഒരുപക്ഷെങ്കിൽ ചില സമ്മർദ്ദങ്ങളോ സാഹചര്യങ്ങളോ ആയിരിക്കാം നമ്മെ അവിടെ കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. അതിനുവേണ്ടി ദൈവം അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. ഒരുപക്ഷെങ്കിൽ നമ്മൾക്ക് തോന്നും, എൻ്റെ ചെറുപ്പത്തിൽ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഞാൻ നാട് വിട്ടു, എൻ്റെ നാടും വീടും മാതാപിതാക്കന്മാരെയും ഒക്കെ വിട്ടിട്ട് ഞാൻ ഒരു ദേശത്തേക്ക് വരുവാൻ, ഒരു ജോലി അന്വേഷിച്ച് വരുവാൻ, ജീവിക്കുവാൻ വേണ്ടിയിട്ട് വന്നു എന്ന്.
എന്നാൽ അന്ന് അങ്ങനെ തോന്നിയെങ്കിലും ഇന്ന് എന്തായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ പിന്നിൽ അവിടേക്ക് വരുവാൻ തക്കവിടെയായി തീർന്ന സാഹചര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കലും അത് യാദർച്ഛികമായിരുന്നില്ല, അത് ദൈവത്തിൻ്റെ പ്രീ പ്ലാനായിരുന്നു. അതായത് ദൈവത്തിൻ്റെ ആ പ്രീ പ്ലാനിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ചില കഷ്ടതകളുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടത് വരാം. കർത്താവിൻ്റെ ദാസൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്ന ആ സന്ദർഭങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടു. ഒരു RSS ചിന്താഗതിക്കാരനായിരുന്ന ഒരു വ്യക്തി, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ചിന്തകളെ മാറ്റി ഹൃദയത്തിൽ ദൈവം ഒരു മാറ്റം വരുത്തി അത് ജീവിതത്തിലേക്കും ആ ജീവിതത്തിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവരിലേക്കും ആ ദൈവീയ പദ്ധതിയെ ഇന്ന് വഹിക്കുവാൻ തക്കവണ്ണം ദൈവം രൂപപ്പെടുത്തിയെടുത്ത ആ പ്രോസസ്സ് അതൊരു ലോങ് പ്രോസസ്സ് ആയിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ കർത്താവിന് വേണ്ടിയിട്ട് കർത്താവ് വിളിച്ചു വേർതിരിപ്പാൻ ഇടയായി തീർന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ ചെറുപ്പത്തിൽ തന്നെ, നല്ല ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ വചനം അനുസരിച്ചു. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, ആ സ്നാനത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ദൈവഭൃത്യൻ പറഞ്ഞ വാക്കുകൾ അത് അതേപടി ഏറ്റെടുത്ത് ദൈവദാസനോട് എനിക്ക് സ്നാനപ്പെടണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടു. ആരുടെയും പ്രേരണ കൂടാതെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്തണമെന്നുള്ള കർത്താവിൻ്റെ കൽപ്പന അത് ആഴത്തിൽ അറിഞ്ഞപ്പോൾ അതിനുവേണ്ടി അതനുസരിക്കുവാൻ തയ്യാറായി. അവിടെ ആരുടെയും മാതാപിതാക്കന്മാരുടെയോ സഹോദരങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ദൈവദാസന്മാരുടെയോ ആരുടെയും അനുവാദമോ ആരുടെയും നിർബന്ധമോ കൂടാതെ തന്നെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ സ്വയം മുന്നോട്ട് വന്നു. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിച്ച് കർത്താവ് ഇന്ന് ആക്കിയിരിക്കുന്ന ഇടത്ത് കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനുവേണ്ടി വളരെയേറെ വേദനകൾ, കഷ്ടപ്പാടുകൾ, ഒരുപാട് നഷ്ടങ്ങൾ, കഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിൽ പോലും സ്വർഗത്തിലെ ദൈവം കൂടെ ഇരുന്നത് കൊണ്ട് തളർന്നു പോകാതെ അനേക പ്രിയപ്പെട്ടവരെ കർത്താവിങ്കിലേക്ക് നേടിയെടുക്കുവാൻ, വിവിധ ഭാഷക്കാരായ പ്രിയപ്പെട്ടവർ അവർ കർത്താവിനെ അറിയുവാൻ ദൈവത്തിനെ ദൈവം തിരഞ്ഞെടുക്കുവാനും ഉപയോഗിക്കുവാനും ഇടയായിത്തീർന്നു. ഇന്ന് ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവം വേറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ മാന്യ ശ്രോതാക്കൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു, ഒരു പ്രചോദനമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ, നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ ഈ സാക്ഷ്യം മുഖാന്തരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് വിശിഷ്യാൽ പ്രേക്ഷകർ ഒരുമിച്ചുള്ളതായ ഓൺലൈൻ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുകയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com